മറ്റുള്ളവരെ ഏതു വിധേനയും പുറത്താക്കി സ്വന്തം നിലനിൽപ്പ് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് നിലവിൽ ഓരോ ബിഗ് ബോസ് മത്സരാർത്ഥിയും പുറത്തെടുക്കുന്ന സ്ട്രാറ്റജി. ഏറ്റവും ശക്തനായ മത്സരാർത്ഥി ആരാണോ അവർക്കെതിരെ മറ്റുള്ളവർ ഒന്നിച്ചു നീക്കം നടത്തുന്നതും ബിഗ് ബോസ് വീടിനുള്ളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സീസണിനെ സംബന്ധിച്ച് മൂന്നാം ആഴ്ച മുതൽ തന്നെ പ്രേക്ഷകർക്കും ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്കും പ്രധാനപ്പെട്ട ഒരു മത്സരാർത്ഥിയായി മാറിയ വ്യക്തിയാണ് ജിൻഡോ. ഇത്തവണ കപ്പ് സ്വന്തമാക്കുമെന്ന് വരെ പ്രവചിക്കപ്പെടുന്ന താരം. എന്നാൽ ജിൻഡോക്കെതിരായ ഒരു വജ്രായുധം തന്റെ കൈവശം ഉണ്ടെന്നാണ് സായി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. സിജോ, നന്ദന എന്നിവരോടായിരുന്നു സായിയുടെ തുറന്നു പറച്ചിൽ. സിജോയോടും സായിയോടും ടാസ്കിനിടയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാത്തതിന് നന്ദന പിണങ്ങുകയും സംസാരിച്ച് ക്ലിയർ ആക്കാനായി സായിയും സിജോയും ചെന്നപ്പോൾ നന്ദന പറഞ്ഞത് നിങ്ങളെ രണ്ടാളെയും വിശ്വസിക്കരുതെന്ന് ജിൻഡോ പറഞ്ഞിട്ടും ഞാനത് കേൾക്കാതെ നിങ്ങളെ വിശ്വസിച്ചു, അത് എന്റെ തെറ്റാണെന്ന് ഇപ്പോൾ മനസ്സിലായി എന്നതാണ്. അതിനുശേഷമാണ് സായി ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കുന്നത്. പൊതുവെ ജിൻഡോയുടെ സ്ട്രാറ്റജിയാണ് കുത്തിത്തിരിപ്പ് ഗെയിം. പക്ഷെ അതിവിടെ നടക്കില്ല എന്നതാണ് സായി പറയുന്നത്. സായിയോട് കളിക്കാൻ നിന്നാൽ പൊട്ടിച്ച് നാറ്റിച്ച് കപ്പിന്റെ 7 അയലത്ത് പോലും ജിൻഡോയെ അടുപ്പിക്കില്ല എന്നും സായി വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ബാക്കി പത്രമാകാം ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെടുത്തൽ. നിലവിൽ നേടിയെടുത്ത പോയിന്റുകൾ വെച്ച് ഒന്നാമതായി അഭിഷേകും, രണ്ടാമത് അർജുൻ, മൂന്നാമത് ഋഷി, നാലാമത് സായി, അഞ്ചാമത് ജിൻഡോ എന്നിങ്ങനെയാണ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിലെ സ്ഥാനങ്ങൾ. ആദ്യമൊക്കെ ഇൻഡിവിജ്വലായി തന്നെ നിന്നാണ് എല്ലാവരും കളിച്ചതെങ്കിലും 2ഉം 3ഉം ടാസ്കുകൾക്കൊക്കെ ശേഷം തന്നെ അഭിഷേക്, സായി, സിജോ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അവിടെ ഫോം ആവുകയായിരുന്നു. എപ്പിസോഡുകളിൽ കാണാൻ സാധിച്ചിട്ടില്ല എങ്കിലും ബിഗ് ബോസ് ലൈവിൽ കൃത്യമായി തന്നെ എല്ലാം മനസ്സിലാക്കാൻ സാധ്യമായിരുന്നു. ജിൻഡോയെ ഏതു വിധേനയും ഒഴിവാക്കിയാൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ആ ഗ്രൂപ്പ്. ജിൻഡോയെ വിജയിക്കാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് മൂവരും. അതിന്റെ ഭാഗമായി തന്നെ ടിക്കറ്റ് ടു ഫിനാലെയുടെ ഭാഗമായി നടന്ന 8ാമത്തെ ടാസ്ക് മുഖമുദ്രയിൽ അഭിഷേകും ജിൻഡോയും തമ്മിൽ വലിയൊരു വഴക്ക് നടക്കുകയും ഇത് കായികമായ മത്സരമല്ല എന്ന് ബിഗ് ബോസ് ഓർമ്മിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ വഴക്ക് മുന്നേ പരാമർശിച്ച പ്ലാനിങ്ങിന്റെ ഭാഗം തന്നെയാണെന്നതാണ് പ്രേക്ഷക പരാമർശം. 28ാം ദിവസം ബിഗ് ബോസ് വീട്ടിലേക്ക് പുറമേ നിന്നും നിലവിലെ ഗെയിം കണ്ട് മനസ്സിലാക്കി വന്നവരാണ് സായിയും അഭിഷേകും നന്ദനയും. കൂടാതെ 16ാം ദിവസം ഫിസിക്കൽ അസോൾട്ടിന് ഇരയാക്കപ്പെട്ട് പുറത്തായി 3 ആഴ്ചയോളം സീക്രട്ട് റൂമിൽ ഇരിക്കുകയും മത്സരത്തിന്റെ ഗതി മനസ്സിലാക്കി തിരിച്ചു വരികയും ചെയ്ത ആളാണ് സിജോ. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിന് കൃത്യമായി അറിയുന്ന കാര്യമാണ് ജിൻഡോയ്ക്ക് പ്രേക്ഷകർക്കിടയിൽ കിട്ടുന്ന സപ്പോർട്ട്. ഗെയിമുകൾ വഴി ജിൻഡോയുടെ ആത്മവിശ്വാസം തകർക്കാനും ജിൻഡോയുടെ ആക്രമണ മനോഭാവം പുറത്തു കൊണ്ടുവരാനും ശ്രമിക്കുകയാണ് മൂവരും ചേർന്ന് എന്നതാണ് ജിൻഡോയുടെ ആരാധകർ പരാമർശിക്കുന്നത്.